എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയുടെ വോള്യൂം സേ ഫോർ എക്സാമ്പിൾ 30 ആണെങ്കിൽ ബിയുടെ വോള്യൂം 40 ആയിരിക്കും, സിയുടെ വോള്യൂം എന്തായിരിക്കും 50 ആയിരിക്കും. അപ്പോൾ ദേ ആർ ഫുൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 30 ലിറ്റർ 40 ലിറ്റർ 50 ലിറ്റർ. ഓക്കെ, അപ്പം ദേ ആർ ഫുൾ ഓഫ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കണ്ടെയ്നറിൽ എൻ്റെ കയ്യിൽ എന്തോരം ക്വാണ്ടിറ്റി മിക്സ്ചർ ഉണ്ട്? 30 ലിറ്റർ ഉണ്ട്. രണ്ടാമത്തെ കണ്ടെയ്നറിൽ എൻ്റെ കയ്യിൽ എന്തോരം ക്വാണ്ടിറ്റി മിക്സ്ചർ ഉണ്ട്? 40 ലിറ്റർ ഉണ്ട്. മൂന്നാമത്തതിൽ എൻ്റെ ആ കണ്ടെയ്നറിൽ ഉള്ള മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? 50 ലിറ്റർ ആണ്. ഇവന്മാരെ 3 പേരെയുമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇവന്മാരെ 3 പേരെയും ഞാൻ മിക്സ് ചെയ്തു എന്ന് പറയുമ്പം ഞാൻ എടുത്ത ആദ്യത്തെ കണ്ടെയ്നറിലുള്ള ആ ഒരു എന്താ പറയുക മിക്സ്ചറിൻ്റെ വോള്യൂം എന്താണ്? 30 ലിറ്റർ. രണ്ടാമത്തെ കണ്ടെയ്നറിലുള്ള മിക്സ്ചറിൻ്റെ വോള്യൂം എന്താണ്? 40 ലിറ്റർ. മൂന്നാമത്തെ കണ്ടെയ്നറിലുള്ള മിക്സ്ചറിൻ്റെ എത്ര വോള്യൂമാണ് ഞാൻ ആഡ് ചെയ്തത്? 50 ലിറ്റർ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? എനിക്കിവിടെ അവർ തന്നിട്ടുണ്ട്, ഞാൻ ഈ ഒരു എന്താ പറയുക കണ്ടെയ്നർ മുഴുവനും മിക്സ്ചറാണ്, ഞാനത് മുഴുവനായിട്ട് ഏതിലേക്ക് ഒഴിച്ചു? മുഴുവനായിട്ട് ഞാൻ എൻ്റെ 4th കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു. നമ്മൾ ഇതിന് മുമ്പ് ഈ റേഷ്യോയുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഹാഫായിരുന്നു ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര വോള്യൂം നമ്മൾ എടുത്താലും അതിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 30 ലിറ്ററിൽ നിന്ന് ഞാനൊരു 15 ലിറ്റർ എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു 30 ലിറ്ററിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ സേ ഫോർ എക്സാമ്പിൾ 1:2 എന്നാണെങ്കിൽ ഞാൻ 15 ലിറ്റർ എടുത്താലും ഞാൻ അതിൽ നിന്ന് 2 ലിറ്റർ എടുത്താലും 1 ടേബിൾ സ്പൂൺ എടുത്താലും അതിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 2:1. അത് സെയിം തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഈ ഒരു കാര്യം, അതായത് ഫുൾ ഓഫ് മിക്സ്ചർ ആണ്. ഈ മിക്സ്ചർ മുഴുവനും നമ്മൾ 4ാമത്തെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു. ഓരോ മിക്സ്ചറിലുള്ള സംഭവത്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 4:1, 3:1, 5:2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 4th കണ്ടെയ്നറിലുള്ള പുതിയ മിക്സ്ചറിലുള്ള മിൽക്ക് ടു വാട്ടറിൻ്റെ റേഷ്യോ എന്താണ്? തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു സെയിം ടൈപ്പിൽ വന്നതാണ്. അവിടെ നമുക്ക് 2 കോമ്പോണൻസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? അവിടെ നമുക്ക് 2 കോമ്പോണൻസ് അല്ല, 2 മിക്സ്ചേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് 3 മിക്സ്ചേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമുക്ക് ചെയ്യാം, നോക്കിക്കോളൂ. ആദ്യത്തെ ആൾ ഞാൻ കണ്ടെയ്നർ A, B, C എന്ന് കൊടുക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ നമുക്ക് നോക്കിക്കോളൂ, വോള്യത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3, 4, 5. ഇത് വോള്യത്തിൻ്റെ റേഷ്യോ ആണ്. ഇനി ഓരോന്നിലുമുള്ള ക്വാണ്ടിറ്റി നോക്കിക്കോളൂ. മിൽക്ക് ഈസ് ടു W അല്ലേ? മിൽക്ക് ഈസ് ടു വാട്ടർ ആണ് നമ്മുടെ ഓർഡർ. മിൽക്ക് ഈസ് ടു വാട്ടർ എന്നാണ്. മിൽക്ക് ഈസ് ടു വാട്ടർ 3 പേരുടെ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ കണ്ടെയ്നറിലുള്ളത് 4:1 രണ്ടാമത്തത് 3:1. ഇത് 3 ആണ്.